Hello, welcome to Market Discussion of the Day. Today, May 8th, 2026, Friday ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് എന്നുള്ളതിനുപരി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ആണ്. കാരണം ഇന്ന് NFP ഡേ, നോൺ ഫാം പേറോൾ ഡേ ആണ് എന്നുള്ളതാണ്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ നമുക്കറിയാം, എപ്പോഴും നോൺ ഫാം പേറോൾ വരുമ്പോൾ മാറി നിൽക്കണം എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയാറുള്ളത്, അല്ലേ? സോ അതേ കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. അൺലെസ് നമ്മൾ പറയുന്ന നമ്മളുടെ ലെവൽസിലോട്ട് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതെടുക്കാം. പക്ഷേ ഇല്ലാത്ത പക്ഷം നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് വൈകുന്നേരം 6 മണിക്കാണ് നോൺ ഫാം പേറോൾ വരുന്നത്. ഓൾമോസ്റ്റ് ഒരു ഒരു 5 മണിക്കൊക്കെ മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷന് മുന്നേ ആയിട്ട് എനിക്ക് നമ്മളുടെ പുതിയ ബാച്ച് മിക്കവാറും അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഓക്കെ, മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും മിക്കവാറും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഞാൻ ഇന്നലെ മാർക്കറ്റ് ഡിസ്കഷന് നമ്മുടെ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല എനിക്ക്. കാരണം ഞാൻ ബാംഗ്ലൂരോട്ട് വന്നതാണ്. ഓക്കെ, സോ ഞാൻ ട്രാവലിംഗ് ആയിരുന്നു. സോ ബേസിക്കലി നമ്മളുടെ ക്ലാസ് മിക്കവാറും അടുത്ത ആഴ്ചയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്കറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറാനും US തമ്മിലുള്ള വാർ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗുഡ് ന്യൂസ് എന്താ വെച്ചാൽ, ഒരു പീസ് ഡീലിലോട്ട് എത്താനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഒരു വെരി ക്ലോസ് ആയിട്ട് നിൽക്കുകയാണ് ഒരു പീസ് ഡീലിലോട്ട് വരാനായിട്ട്. നമുക്കെല്ലാവർക്കും ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്, അല്ലേ? സോ അതുകൊണ്ടിട്ട് തന്നെ ഇന്നലെ ബേസിക്കലി നമ്മളുടെ ഗോൾഡിൻ്റെ പ്രൈസ് ഓൾമോസ്റ്റ് 4764. സോ ഒരു 2 വീക്സ് ഹൈ ആണ് ഈ 4764-65 റേഞ്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? സോ അത് ഭയങ്കര നല്ലൊരു മൂവായിരുന്നു ഇന്നലെ ഗോൾഡിൽ ഉണ്ടായത്. ഓക്കെ, സോ ബേസിക്കലി അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, നമുക്കറിയാം ഗോൾഡിൻ്റെ ഒരു പീസ് ഡീലിലോട്ട് വരും എന്നുള്ളൊരു ഒരു വിശ്വാസം എന്ത് ചെയ്തു, നമ്മളുടെ ക്രൂഡ് ഓയിലിനെ താഴോട്ട് കൊണ്ടുപോവുകയും ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് 95.658 റേഞ്ചിലോട്ട് ക്രൂഡ് ഓയിൽ വരികയും. ഓക്കെ, സോ ക്രൂഡ് ഓയിലിൻ്റെ റേറ്റ് താഴോട്ട് പോയപ്പോൾ എന്ത് പറ്റി, ഇൻഫ്ലേഷൻ കുറയും എന്നുള്ളതിൻ്റെ അനുമാനങ്ങൾ കുറയുകയും അതിലൂടെ US ഡോളറിൻ്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, സോ ബേസിക്കലി അവിടുന്ന് നമ്മളുടെ ഗോൾഡ് പറന്നു 4760 റേഞ്ചിലോട്ട് മാർക്കറ്റ് പോവുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നലെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇത് ഇന്നെങ്ങാനും ഒരു ന്യൂക്ലിയർ ഡീൽ വരികയോ അല്ലെങ്കിൽ ഒരു പീസ് ഡീൽ വരികയോ അല്ലെങ്കിൽ ഒരു വാർ അവസാനിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ കേൾക്കാം. സോ അതുകൊണ്ടിട്ട് തന്നെ ഓപ്പൺ പൊസിഷൻസ് ഇന്ന് ഇടാതിരിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ അതേപോലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ടും ചൈനയുടെ സെൻട്രൽ ബാങ്കുകൾ 18 മന്ത് കൺസിക്യൂട്ടീവായിട്ട് 18ാമത്തെ മാസവും ഗോൾഡുകൾ മേടിച്ചു കൂട്ടുന്നു എന്നുള്ളൊരു കാര്യം കുറച്ചും കൂടെ ഗോൾഡിൻ്റെ ശക്തി കൂട്ടുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ബേസിക്കലി നമുക്ക് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസിലോട്ട് ജസ്റ്റ് പോകുമ്പോൾ, എക്കണോമിക് കലണ്ടർ ഇന്ന് നമുക്ക് വൈകുന്നേരം 5:50 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണറിൻ്റെ സ്പീച്ച് ഉണ്ട്. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ടിരിക്കണം വൈകുന്നേരം 5:50 ശേഷം. ഓക്കെ, അതിനുശേഷം നമുക്ക് വൈകുന്നേരം നോൺ ഫാം പേറോളിൻ്റെ ന്യൂസുണ്ട്, നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ചേഞ്ചിൻ്റെ ന്യൂസുണ്ട്. എന്താണ് നോൺ ഫാം പേറോൾ? നമ്പർ ഓഫ് പീപ്പിൾ ഹൂ ആർ ഗെറ്റിംഗ് ജോബ്സ് ഇൻ ദ US ഇൻ നോൺ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് എന്നുള്ളതാണ് നോൺ ഫാം പേറോളിൻ്റെ മീനിങ്, അല്ലേ? സോ നോൺ ഫാം പേറോളിൻ്റെ ഈ ആഴ്ചത്തെ വളരെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ, കഴിഞ്ഞ മാസം വന്നത് 1,78,000 ആൾക്കാർക്ക് പുതിയതായിട്ട് ജോലി കിട്ടിയെങ്കിൽ ഈ വട്ടത്തെ ഫോർകാസ്റ്റ് പറയുന്നത് വെറും 65,000 ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളതാണ്. ഓക്കെ, എപ്പോഴും നമ്മളുടെ ഫോർകാസ്റ്റും പ്രീവിയസുമായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ ആവാറുമില്ല, നമുക്കറിയാം, അല്ലേ? സോ പക്ഷേ ഇതെങ്ങാനും കറക്റ്റാണ് എങ്കിൽ ഗോൾഡ് പറക്കും. ഇന്നത്തെ ദിവസം ഗോൾഡ് പറക്കാനാണ് എക്കണോമിക്സ് പ്രകാരം സാധ്യത. അതിൻ്റെ കൂടെ ഒരു പീസ് ഡീലും കൂടെ ഒക്കെ വന്നൊക്കെ ഒരുമിച്ച് ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് എങ്ങോട്ടെങ്കിലുമൊക്കെ മൂവ് ആവാനായിട്ടുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് ഓപ്പൺ പൊസിഷൻസ് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും. ആ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ കിട്ടുന്നൊരു മൂവ്മെൻ്റ് അല്ല. ചിലപ്പം ഇത് നമ്മൾ നല്ല രീതിയിൽ കാശുണ്ടാക്കും, അതേപോലത്തുള്ള ഗാംബ്ലിംഗ് നമ്മൾ അടുത്ത വട്ടവും ചെയ്ത് ആ പൈസ പോവുകയും ചെയ്യും. സോ അതിലും ബെറ്റർ എന്താണ്, ഇങ്ങനത്തുള്ള ദിവസങ്ങളിൽ മാറി നിൽക്കുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ
എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ശരി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് പോവാം. ടെക്നിക്കൽ സൈഡിലോട്ട് നമുക്ക് പോകുമ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസ് വന്നിട്ട് 4712 നിൽക്കുന്നു അല്ലേ. സോ ബേസിക്കലി എനിക്ക് ഇന്ന് എന്താ പറയുക, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും പറയാനില്ല. ഉറപ്പായിട്ടും നമ്മളുടെ ചാനലിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ള ആൾക്കാർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ എന്താ പറയുക സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇനിയും സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ ഇന്നത്തെ ദിവസമൊക്കെ നിങ്ങൾ കുറച്ച് സിഗ്നൽസ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ബിക്കോസ് ടുഡേ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, നോൺ ഫാം പേറോൾ ഡേ അല്ലേ. സോ ഇന്നത്തെ ദിവസം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് അവസരം കിട്ടിയാൽ നമുക്ക് അതിനകത്ത് നമ്മൾ അവസരങ്ങൾ ഇടുകയും ചെയ്യും. സോ നിങ്ങൾക്ക് നമ്മളുടെ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് കയറണമെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചോളൂ. ഞാൻ ആ സിഗ്നൽ ഗ്രൂപ്പിലോട്ട് നിങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ശരി. നമുക്കെന്തായാലും ഇന്നത്തെ ദിവസം ഗോൾഡിലോട്ട് പോകുമ്പം ഇന്നത്തെ ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ ഒരൊറ്റ ബൈയെ ഇന്നത്തെ ദിവസം എടുക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, 4680 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകും. അതാണ് ഞാനൊരു ലോങ്ങർ ടേമിൽ ഞാൻ ബൈ ചെയ്യുന്നത്. അല്ലാത്ത ഓപ്പർച്യൂണിറ്റീസ് എങ്ങാനും കിട്ടിയാൽ ഞാൻ സിഗ്നൽ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. 4680 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ ഓക്കെ 4660 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ ടേക്ക് പ്രോഫിറ്റ് നിങ്ങളുടെ ഔചിത്യമാണ്. ബിക്കോസ് ടുഡേയ്സ് NFP ഡേ, നോൺ ഫാം പേറോൾ ഡേ. നമുക്ക് ഈ പറയുന്ന ന്യൂസിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി സേഫ് ആവുക എന്നുള്ളതാണ് നമ്മളുടെ ഇന്നലത്തെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ നോൺ ഫാം പേറോൾ ഉണ്ടായത് കൊണ്ടിട്ട് തന്നെ ചിലപ്പോഴൊക്കെ എന്താ പറയുക ബിഗ് മൂവ്മെൻറ്റ്സ് ഒക്കെ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു നാരോ റേഞ്ചിലായിരിക്കും മാർക്കറ്റ് ഇന്നത്തെ ദിവസം. ഭയങ്കരമായിട്ടുള്ളൊരു നാരോ റേഞ്ചിലാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ GBP USDയിലോട്ട് പോവാം. GBP USD ഇപ്പോൾ 1.3566 നിൽക്കുന്നു. ഓക്കെ, GBP USDയിലും നമ്മൾ ഇന്ന് നമുക്ക് വൈകുന്നേരം 5 മണിക്കൊരു ന്യൂസ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും NFP നോൺ ഫാം പേറോള് GBPയെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. പക്ഷേ 5:50 നമ്മൾ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഗവർണർ ബെയ്ലിയുടെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, സോ ആ സ്പീച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിക്കാണണം. അതിന് മുന്നേ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറയുന്നത്. 1.3540 അടുത്ത് കിട്ടിയാൽ അവിടെ നമുക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക സ്കാൽപ്പിംഗ് ബൈ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഓക്കെ, അത് ബൈ ചെയ്ത് ഒരു 40 പിപ്സിൻ്റെയൊക്കെ പ്രോഫിറ്റ് എടുത്ത് മാറുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ GBP USDയിൽ 1.3540 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3480 താഴെ സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് നിർബന്ധമായിട്ടും പാലിച്ച് പോവുകയും ചെയ്യണം. ഓക്കെ, സോ നേരെ നമുക്ക് യൂറോ USDയിലോട്ട് വരാം. യൂറോ USD 1.1734 നിൽക്കുന്നു. ഓക്കെ, യൂറോ USD 1.1739 നിൽക്കുന്നു. ഓക്കെ, സോ യൂറോ USDയുടെ സോ നമ്മുടെ GBP USD നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ടുള്ള റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1.3520 to 1.3610 ആണ്. ഗോൾഡിൻ്റെ റേഞ്ച് ഇന്നത്തെ ദിവസം എക്സ്പെക്റ്റ് ചെയ്യുന്നത് 4680 to 4760 വരെയാണ് ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇതെല്ലാം നോൺ ഫാം പേറോൾ വരെയുള്ളൂ, അല്ലാതെ അതിന് ശേഷമുള്ള റേഞ്ചൊന്നും അല്ല ഞാൻ പറയുന്നത്. അതിന് ശേഷമുള്ള റേഞ്ചൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ ഞാൻ എന്താ പറയുക, ഞാൻ എവിടെ പോയേനല്ലേ. അപ്പോൾ എന്തായാലും എനിവേസ് നമുക്ക് നേരത്തെ നമ്മുടെ യൂറോ USDയുടെ റേഞ്ച് നമുക്ക് നോക്കാം. 1.1690 to 1.1780 വരെയാണ് ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്ക് നേരെ നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പിലോട്ട് പോകുമ്പോൾ 1.1700 അടുത്ത് കിട്ടിയാൽ ഓക്കെ, സോ നമ്മളിന്ന് സേഫ് ആയിട്ടുള്ള എൻട്രി മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒറ്റ എൻട്രി മാത്രം പറയുന്നത്. നല്ല രീതിയിൽ റീട്രേസ് കിട്ടി അവിടെ ഒരു സപ്പോർട്ട് സോൺ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ഒരു ബ്രേക്ക് ഔട്ട് സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. റിസ്ക് ഒന്നും ഇന്ന് നമുക്ക് വേണ്ട. ഇന്ന് NFP ഡേ ആണ്. വെറുതെ നമ്മൾ ഫോൾസ് ബ്രേക്ക് ഔട്ടിലൊക്കെ പോയി നമ്മൾ വെറുതെ എന്തിനാണ് പണി മേടിക്കുന്നത് അല്ലേ. സോ ഈ ആഴ്ച നമ്മൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓൾമോസ്റ്റ് എങ്ങനെ പോയാലും ഒരു 15ഓളം ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മോസ്റ്റ് പ്രോബ്ലി ഒരു 12 to 13 ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് TPയും അടിച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും പറ്റുന്നുണ്ട് അല്ലേ. സോ അത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അത്രയും നല്ല പ്രോഫിറ്റൊക്കെ എടുത്ത ഈ ഒരു വീക്കിൽ നമ്മൾ NFP ഡേയിൽ വെറുതെ
നമ്മൾ പോയി കൈ പൊള്ളിക്കാതിരിക്കുക എന്നുള്ളതും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ് കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ സേഫായിട്ട് കളിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ആഴ്ച എടുക്കാനുള്ള നല്ല പ്രോഫിറ്റുകൾ എടുത്തിട്ടുണ്ട്. സോ 1.1700 അവിടുന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോവുക. 1.1700 അവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.1680 താഴെയായിട്ട് ടൈറ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. സേഫായിട്ട് വെക്കണം എന്നുള്ള ആൾക്കാർ 1.1660 താഴെ സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ നേരെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് USD/JPYയിലോട്ട് വരാം. USD/JPY ഭയങ്കര വലിയൊരു ഫോളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ വീക്ക്, 2-3 ദിവസം മുന്നേ. എനിവേയ്സ് 156 തന്നെയാണ് ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത്. ടെക്നിക്കൽ റേഞ്ചിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 156 to 157.50 ആണ് ആക്ച്വലി ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ച് നമ്മുടെ ഇതിൻ്റെ USD/JPYയുടെ. ഓക്കെ, നമുക്ക് ഒരു ബൈ കൺഫർമേഷൻ 186 അവിടെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ചിലപ്പോൾ ഒറ്റയടിക്കൊക്കെ വരാം. ഓക്കെ, അതുകൊണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബാങ്ക് ഓഫ് ജപ്പാൻ ഇൻ്റർവെൻഷൻസ് ഉണ്ടാവും മാർക്കറ്റിൽ. ഓക്കെ, സോ ഇൻ്റർവെൻഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്, നമ്മളുടെ JPYയുടെ പവർ കൂട്ടാനായിട്ട് അവരെന്ത് ചെയ്യും, അവരെ കയ്യിലുള്ള $US വിറ്റിട്ട് JPY വാങ്ങും. ഓക്കെ, സോ ബേസിക്കലി അതിലൂടെ 158 ലെവലിലോട്ടൊക്കെ JPY പോകുമ്പോഴാണ് അങ്ങനത്തുള്ള കാര്യങ്ങൾ നടക്കുന്നത്. നമുക്ക് കാണാം, ഇവിടെ നിന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ ഇടപെട്ടു. ഓക്കെ, ഇവിടുന്ന് ബാങ്ക് ഓഫ് ജപ്പാൻ വലിയ രീതിയിൽ ഇവിടുന്ന് ഇടപെട്ടു. അങ്ങനെ കുറേ പരിപാടികൾ അവർ റീസെൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയൊക്കെ ഒറ്റയടിക്കത് ആ മൂവ്മെൻ്റ് ഉണ്ടാവും. മാർക്കറ്റ് ഇവിടെ 160.6 നിന്ന് 155 വരെയൊക്കെ പോയിട്ടുണ്ട്. സോ അതൊക്കെ ആക്ച്വലി ജാപ്പനീസ് യെന്നിൻ്റെയൊക്കെ USD/JPYയുടെയൊക്കെ എത്രയോ 3 വർഷത്തെയൊക്കെ ഏറ്റവും വലിയ മൂവ്മെൻ്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നടന്നത്, ഒറ്റ ദിവസം ഒറ്റ മണിക്കൂറിൽ. ഓക്കെ, അത് വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്. സോ അതുകൊണ്ടിട്ട് ഓർഡേഴ്സ് ഇട്ട് വെക്കാതിരിക്കുക ഈ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ. പക്ഷേ എന്താ പറയുക, ഈ ഇന്നലെ മെനഞ്ഞാന്നത്തോടെ ബാങ്ക് ഓഫ് ജപ്പാൻ ബാങ്ക് ഹോളിഡേയ്സ് ആയിരുന്നു. ഓൾമോസ്റ്റ് ഒരു 5 days ഓളം ബാങ്ക് ഹോളിഡേയ്സ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് അവർ അങ്ങനെ ചെയ്യാനായിട്ട് പറ്റിയത്. പക്ഷേ ഉറപ്പായിട്ടും നമുക്ക് 186 അവിടെ നിന്ന് ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. സോ ഏത് ട്രേഡ് എടുത്തു കഴിഞ്ഞാലും നമ്മൾ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. വി ക്യാൻ എക്സ്പെക്ട് ബിഗ് മൂവ്മെൻറ്റ്സ് ടുഡേ. അതർവൈസ് മാർക്കറ്റ് ഭയങ്കര സ്ലോ ആയിരിക്കും, ബിക്കോസ് ദ മാർക്കറ്റ് ഈസ് വെയിറ്റിംഗ് ഫോർ NFP നോൺ ഫാം പേ റോൾ. ഓക്കെ, ആൻഡ് നമ്മളുടെ ചാനലിലോട്ട് കയറണം എന്നുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് സിഗ്നൽസ് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, എനിവേയ്സ് ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഉറപ്പായിട്ടും നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണുന്നത് വരെ. എനിക്ക് ഒറ്റ കാര്യം കൂടെ, ഇന്ന് NFPയും അതിൻ്റെ കൂടെ വാറിൻ്റെ അപ്ഡേറ്റ്സും കൂടെ ഒരുമിച്ചൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ മാർക്കറ്റൊക്കെ കിടന്ന് കുലുങ്ങും കേട്ടോ. ഓക്കെ, സോ എന്താ പറയുക, മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കുക. മാർക്കറ്റ് തിങ്കളാഴ്ച ഉണ്ടാവും. ഓപ്പൺ പൊസിഷൻസ് പ്രത്യേകിച്ച് എടുക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ലോങ്ങർ ടേമിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയി പോകും. ഓക്കെ, സോ എനിവേയ്സ് താങ്ക് യു സോ മച്ച്. എന്തായാലും നമ്മളുടെ എയിം എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് അവർ ക്യാപിറ്റൽ ആൻഡ് ബിൽഡ് അവർ വെൽത്ത്. താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ ഗുഡ് വീക്കെൻഡ്. താങ്ക് യു.